friends, welcome back to Petals World. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു സിമ്പിൾ വീഡിയോ ആയിട്ടാണ് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ക്രാഫ്റ്റ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളെ ഗാർഡനിൽ ഇതുപോലെ ഒരു ബോൾ തൂക്കിയിട്ടാൽ നല്ല ഭംഗി ഉണ്ടാവില്ലേ? അപ്പോൾ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ? ഞാനിപ്പോൾ ഇത് ഇങ്ങനത്തെ 2 എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെ ചെയ്യാം എന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഈ ഗ്രാസ് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ഗ്രാസാണ്, ബോർഡർ ഗ്രാസ് അഥവാ എമിഗ്രാഫിയ റെപ്പണ്ട എന്നൊക്കെയാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം. അപ്പോൾ അത് എങ്ങനെ ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇത് പെട്ടെന്ന് വളരുന്ന ചെടിയാണ്. ഇത് നമുക്ക് എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ 15 ദിവസത്തെ വളർച്ചയാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഞാൻ ചെറിയ ഓരോ കമ്പ് വെച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബോള് എങ്ങനെ ചെയ്തെടുക്കാമല്ലോ നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കിത് ഉണ്ടാക്കാൻ ആവശ്യമുള്ളത് ഇതുപോലുള്ളൊരു ചട്ടിയാണ്. ഇത് 2 പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഒന്നിനിതാ ഞാൻ ഹോളൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഹോൾ ഇടണ എങ്ങനെയാണെന്ന് നോക്കാം. ഇത് നമുക്ക് 10 രൂപക്ക് കിട്ടുന്ന ചട്ടിയാണ് കേട്ടോ. ഞാൻ 10 രൂപക്കാണ് ഇത് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. ഈ കമ്പി ചൂടാക്കിയിട്ട് ഇതിന് ഹോൾ ഇട്ടെടുക്കുകയാണ് ചെയ്യണത്. അത് ചൂടാൻ കുറച്ച് ടൈമൊക്കെ എടുക്കും കേട്ടോ. ആദ്യം നമുക്ക് ഇത് കയറ് കെട്ടാൻ വേണ്ടിയിട്ട് 3 ഹോള് മേലെ ഇടണം. ആ ഹോൾ കൂടെയാണ് കയറിട്ട് കെട്ടേണ്ടത്. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് കാണിക്കാം. അപ്പം ഇനി ഇതാ നമുക്ക് ഇതിന് ഫുള്ളും ഇതുപോലെ ഹോൾട്ട് എടുക്കണം. അതുകൊണ്ട് അതൊരു ഓർഡറിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. 4 എണ്ണം താഴേക്കായിട്ട് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കത് ചെയ്തെടുക്കാം. അപ്പോൾ അതാ നമ്മളിത് 2 ഹോളൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട്. ഈ 2 ഇതിലും നമുക്കിതൊന്ന് കെട്ടിയെടുക്കാം. അതിൻ്റെ കയറ് വെച്ചിട്ട് ഇത് ഹാങ് ചെയ്തിടാതെ കയറ് ഇതുമേ ഫിറ്റ് ചെയ്യാം ഈ ഹോളിൽ കൂടെ. അപ്പം ഞാൻ ഈ കയറാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളിത് ഈ ഒരു ഹോളിൽ കൂടെ ഇട്ടുകൊണ്ട് കെട്ടിക്കൊടുക്കുക. നമ്മളിതിന് മുന്നേ ഹാങ്ങിങ് ബോട്ടിന് ഹാങ്ങർ ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിരുന്ന കയറുണ്ട് കേട്ടോ. അപ്പോൾ 3 ഹോളിൽ നമ്മൾ കയറൊക്കെ ഇട്ട് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മളത് 3ഉം ചേർത്ത് പിടിച്ചിട്ട് അതിൻ്റെ സെൻറ്ററിൽ കൂട്ടിയിട്ടൊരു കെട്ടിടുക. സെൻറ്ററിൽ കെട്ടിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് ചേർത്ത് പിടിച്ചിട്ട് മുടി പിന്നുന്ന പോലെ അതൊന്ന് പിന്നിയെടുത്താൽ മതി. അപ്പം അത് നല്ല ഭംഗിയുണ്ടാവും കാണാൻ. എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ചട്ടി ഇതായതുകൊണ്ടാണ് കേട്ടോ ഞാനിത് ഉപയോഗിച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓർക്കിഡ് നട്ടുപിടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഹോളിലെ ചട്ടി ഉപയോഗിക്കാം. അപ്പോൾ അതിൽ ഒരു നെറ്റിൻ്റെ ഒരു കഷ്ണം വെച്ചതിന് ശേഷം അതിൽ മണ്ണ് നിറച്ചാൽ മതി. ആ ഒരു ഓപ്ഷനും ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഹോൾ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ ഇതാ നമ്മൾ 2 ചട്ടി തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. കയറൊക്കെ കെട്ടി മെടഞ്ഞ് നല്ല ഭംഗിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്കുള്ള വേണ്ട മണ്ണ് തയ്യാറാക്കാം. അപ്പോൾ അതിനു വേണ്ടി ഞങ്ങൾ മണ്ണ് എടുത്തിട്ടുള്ളത് ചകിരിച്ചോറ്, കമ്പോസ്റ്റ്, ചാണകപ്പൊടി എന്നിവ മിക്സ് ആക്കിയിട്ടാണ് ഞങ്ങൾ മണ്ണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇത് നമുക്ക് അതിലേക്ക് നിറച്ച് കൊടുക്കാം. വെള്ളം നല്ലപോലെ വാർന്നു പോണ മണ്ണായിരിക്കണം ഈ ചെടി നട്ടുപിടിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. വീടിൻ്റെ പിറകുവശത്താണ് ഞാൻ എൻ്റെ എല്ലാ വർക്കുകളും ചെയ്യാറുള്ളത്. ഇപ്പോൾ അവിടെ ഒരു വർക്കിങ്ങിലിരിക്കുന്ന ഒരു സ്റ്റാൻഡാണിത്. തൽക്കാലം നമുക്ക് അതിലൊന്ന് കെട്ടി വെച്ച് കൊടുക്കുക. കാരണം ചെടി നട്ടുപിടിപ്പിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട്. ബോർഡർ ഗ്രാസ് കുറച്ച് കട്ട് ചെയ്തെടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തികയില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ബോർഡർ ഗ്രാസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതിന് മുന്നത്തെ ഒരു വീഡിയോയിൽ ആ കുളത്തിന് ചുറ്റോളം നിൽക്കുന്നത് കണ്ടിട്ടുണ്ടാവും. അത് നല്ലപോലെ വെട്ടാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നാണ് ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഓരോ നോഡ് വെച്ചിട്ടാണ് കേട്ടോ ഇതിൽ കുത്തി കൊടുക്കേണ്ടത്. ചട്ടിയിലിട്ട ഹോള് കുറച്ച് ചെറിയ ഹോളാണ്. അപ്പോൾ ഓരോ പീസ് മാത്രമേ അതിൽ വെച്ച് കൊടുക്കാൻ കഴിയുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വലിയ ഹോൾ ഇടുകയാണെങ്കിൽ 2 പീസൊക്കെ വെച്ച് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തിക്കായിട്ട് വളരും. ഞാനിപ്പോൾ ചെറിയ ഹോളാണ് ഇട്ടത്, അതുകൊണ്ട് ഞാൻ ചെറുതാണ് കൊടുക്കുന്നത് ഇതിൽ. അങ്ങനെ നമുക്കിത് ഫുള്ളും ഓരോ ഹോളിലും ഓരോന്ന് വെച്ചിട്ട് ഫില്ല് ചെയ്തെടുക്കാം.
അങ്ങനെ നമ്മളിതാ ഇതിൻ്റെ സൈഡ് വശങ്ങൾ ഫുള്ള് ഫില്ലാക്കി എടുത്തിട്ടുണ്ട്. ഒരു ഹോൾ പോലും ബാക്കിയില്ലാതെ ഫുള്ളും കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നമ്മൾ മുകളിൽ മണ്ണിട്ട് വെച്ചിട്ടുണ്ടല്ലോ, അതിലും ഇതുപോലെ കുത്തി കൊടുക്കുക. അപ്പോൾ അവിടെ ഞാൻ കുറച്ചും കൂടിയും തിക്കായിട്ട് തന്നെയാണ് നട്ടുപിടിപ്പിച്ചിട്ടുള്ളത്. അതിന് പിന്നെ ഹോളൊന്നുമില്ലല്ലോ, എവിടെ വേണമെങ്കിലും നട്ടു കൊടുക്കാമല്ലോ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത ആ ഒരു ചട്ടി കൂടെ ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ മോളും എൻ്റെ കൂടെ അത് നട്ടു തരാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും പാടെ ചേർന്നിട്ട് പെട്ടെന്ന് തന്നെ പണി തീർത്തിട്ടുണ്ട്. ഈ ചെടി നട്ടു കൊടുക്കുമ്പോൾ ഇതുപോലെ ആയിരിക്കും കേട്ടോ, അങ്ങനെ താഴോട്ട് ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ആരും ഒന്നും കരുതൊന്നും വേണ്ട, കാരണം അത് ഫസ്റ്റ് നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ അതിന് വേറെ ഒന്നും ഇല്ലാത്തൊരു ചെടിയല്ലേ. ഇനി 2 ദിവസം കഴിയുമ്പോൾ തന്നെ മേലേക്ക് പൊന്തൽ തുടങ്ങും. അപ്പോൾ ഉണ്ടോ തന്നെ ഇപ്പോൾ മാറ്റം വരൽ തുടങ്ങി. ഇത് സെക്കൻഡ് ഡേ ആണ്, സെക്കൻഡ് ഡേ മോർണിംഗിലാണിത്. അപ്പോൾ ഞങ്ങളുടെ വെള്ളം നനച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നല്ല മാറ്റമുണ്ട്, കണ്ടില്ലേ, അതിങ്ങനെ ചെറുതായിട്ടൊന്നിങ്ങനെ പൊന്താൻ റെഡിയായി നിൽക്കുന്നുണ്ട്. ചില ലീഫുകളൊക്കെ ഇങ്ങനെ പൊന്തിയിട്ടുണ്ട്. അപ്പോൾ അതാ നെക്സ്റ്റ് ഡേ എല്ലാം ഒരു കാഴ്ച കാണിച്ചിട്ട് അതാ നെക്സ്റ്റ് ഡേ ഒന്നും കൂടെ അങ്ങനെ വൈഡായിട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ ആ ഒരു ചെടികൾ. അപ്പോൾ ഇത് വെള്ളം നനച്ചുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് അങ്ങനെ അതിൻ്റെ ഫീൽ വരാത്തത്. ഇനി ഒരു 4 ദിവസം കഴിഞ്ഞിട്ടുള്ള ഒരു കാഴ്ച ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ മാറ്റം ശരിക്കും അറിയാം. അതാണ്ടോ 4 ദിവസം ആയപ്പോഴേക്കും ഇതാ എല്ലാ ചെടികളും പൊന്തിയിട്ടുണ്ട്. പിന്നെ പലതും അതിൽ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ, കുറേ ഉണങ്ങി ചാടി പോയിട്ടുണ്ട്. അപ്പോൾ ഇനി അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും ഫില്ല് ചെയ്ത് കൊടുക്കണം. ആ ഒരു ഭാഗങ്ങളൊക്കെ തിരഞ്ഞെടുത്ത് ഇപ്പോൾ ഞാൻ ഫില്ല് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. 4ാമത്തെ ദിവസമാണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ട് നിൽക്കുന്നത് ഇത്. അപ്പോൾ നമ്മളത് ഓരോ ഹോളും എവിടെയൊക്കെയാണ് ഇല്ലാത്തത് നോക്കിയിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം. ചിലതിൽ 2 വെച്ചതിൽ 1 ഉണങ്ങിയിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും നമ്മൾ മെയിൻ ചെയ്യേണ്ട, അത് പിന്നെ ആ ഒരൊറ്റ തണ്ടുമ്പം തന്നെ ഉണ്ടായി വന്നോളും. ഇത് പെട്ടെന്ന് വളരുന്ന ചെടി ആയതുകൊണ്ട് എളുപ്പമുണ്ട് ഇത് ഉണ്ടായി കിട്ടാൻ. അപ്പോൾ ഇതാ നമ്മളതൊക്കെ ഹോളൊക്കെ ഫില്ല് ചെയ്തെടുത്തിട്ട്. അപ്പോൾ ഇതാ 10 ദിവസം കഴിഞ്ഞിട്ടുള്ളൊരു കാഴ്ചയാണ് ഇത്. ഇപ്പോൾ നമ്മൾ 2ാമത് സെറ്റ് ചെയ്തതൊക്കെ അതിൽ പിടിച്ചിട്ടുണ്ട്, അതൊന്നും പോവാതെ തന്നെ ഒക്കെ വളർന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഫില്ലായി വന്നു. അപ്പോൾ നമ്മൾ ഗ്രാസ് ബോൾ ഇത് അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇത് 15 ദിവസം കഴിഞ്ഞിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ചില ചെടികളൊക്കെ നല്ലപോലെ വളർന്നിട്ടുണ്ട്, ചിലത് വളർന്ന് വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മളിത് ഒരാഴ്ച കൂടെ ഇത് വെയിറ്റ് ചെയ്യണം, കാരണം വേരൊക്കെ നല്ലപോലെ വരട്ടെ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എല്ലാത്തിൻ്റെ തലയും കട്ട് ചെയ്ത് കൊടുത്താൽ ആകുമ്പോൾ ഒരുപാട് ബ്രാഞ്ചുകൾ വന്നിട്ട് അത് ഫില്ലായി വരും. ഇപ്പോൾ തന്നെ നമുക്ക് ചട്ടി പെട്ടെന്നൊന്നും കണ്ടാൽ തിരിച്ച് അറിയണില്ല. ഇതിൻ്റെ അപ്ഡേഷൻ ഞാൻ എന്തായാലും നെക്സ്റ്റ് ഏതെങ്കിലും ഒരു വീഡിയോയിൽ ചെയ്യുന്നതാണ്. പിന്നെ ഇതുപോലെ ബോൾ ഉണ്ടാക്കുമ്പോൾ ഒരു 5-6 ഒക്കെ ഒരുമിച്ച് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ തൂക്കിയിടുന്നതാണ് ഭംഗി. ഞാനിത് ടർട്ടിൽ വൈൻ്റെ കൂടെ മിക്സ് ആക്കിയിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ് ഈ 2 ഉണ്ടാക്കിയിട്ടുള്ളത്. അത് ഞാൻ കാണിക്കുന്നുണ്ട്, അടുത്തൊരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. നല്ല ഭംഗിയാണ് ഈ ഒരു ഗ്രാസ് വെച്ചുകൊണ്ട് ചെയ്യണ ഒരു വർക്ക് എന്ന് പറയുന്നത്. ഇതും ഞാൻ 15 ദിവസം മുന്നേ നട്ടുവെച്ചതാണ്. നല്ല ഭംഗിയായിട്ട് വളർന്നിട്ടില്ലേ. അപ്പോൾ അതുപോലെ തിക്കായിട്ട് നമുക്ക് എവിടെയും നട്ട് വളർത്താൻ പറ്റുന്ന ഒരു ഗ്രാസാണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നത് വരേക്കും ബൈ ബൈ.